ഞാൻ നടത്തുന്നതാണ് എന്നുള്ള അഹംഭാവത്തോടുകൂടി അവിടെ 1 ലിറ്റർ നെയ്യ് വേണ്ട സ്ഥലത്ത് ഒരു 1 ലിറ്റർ നെയ്യ് കൊണ്ടുവരും. ആ 1 ലിറ്റർ ഒഴിച്ചാലും അതറിയില്ല. നമ്മൾ ഭഗവാനെ പരീക്ഷിക്കാൻ നിൽക്കുന്ന പോലെ ആകുമ്പോഴാണ് പ്രശ്നം. നമ്മളുടെ ശക്തിക്ക് അനുസരിച്ച് ചെയ്യാൻ മാർഗം ഉണ്ടായിക്കോളും. താമ്പൂല പ്രശ്നം നോക്കുമ്പോൾ കവടിയുടെ ആവശ്യം നിർബന്ധമില്ല. പക്ഷെ അതിന്റെ ഒഴിവ് നോക്കാനായിട്ട് കവടിയുള്ളത് നല്ലതാണ്. സാറിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷത്തിൽ താമ്പൂല ജ്യോതിഷമാണ്. ഈ താമ്പൂല ജ്യോതിഷം തന്നെയാണോ വെറ്റില ജ്യോതിഷം? അതെ, താമ്പൂലത്തിൻ്റെ തന്നെ മലയാളത്തിലുള്ള വാക്കാണ് വെറ്റില എന്നുള്ളത്. അപ്പം ഈ താമ്പൂലം എന്ന് പറയുന്നത്? താമ്പൂലം സംസ്കൃത വാക്കാണ്. താമ്പൂലം എന്ന് പറയുന്നത് ദേവപത്രമായിട്ട് കണക്കാക്കുക. അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. ദേവന്മാരുടെ നിയോഗം അറിയാനായിട്ട് സഹായിക്കും. ദൈവജ്ഞന്റെ ചുമതല അത് തന്നെയാണല്ലോ. ദൈവം ഞാനെഴുതി ദൈവജ്ഞ, ദൈവത്തിന് അറിയുന്നവരാണ് ദൈവജ്ഞൻ എന്നാണ്. അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിലൊക്കെ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് പ്രത്യേകം എടുത്ത് പറയും, ദൈവജ്ഞം ദൈവവത് പശ്യേത്, ദൈവത്തിനെ ദൈവത്തിനെ പോലെ കാണണമെന്ന്. ആ ദേവന്റെ ഇംഗിതമാണ്, ആ ദേവന്റെ ഹിതമാണ് ദൈവജ്ഞം പറയുന്നത്. ആ ദേവന്റെ അഭിപ്രായം പറയുന്നുണ്ട്, ദേവനായിട്ട് തന്നെ കാണണം. അതുപോലെ തന്നെ താമ്പൂലത്തിൻ്റെ കാര്യത്തിൽ ആ ദേവപത്രമാണ് എന്ന് കണക്കാക്കിയിട്ട് അത് നോക്കി വേണം ഫലം പറയാൻ. എങ്ങനെയാണ് ഈ വെറ്റില ജ്യോതിഷത്തിന്റെ ഒരു രീതി? താമ്പൂലം പൃഷ്ഠുതത്തെ ഫലമഖിലം തസ്യ വക്തവ്യമേവം. നോക്കാൻ വരുന്നവര് കൊണ്ടുവരുന്ന ആ വെറ്റില അത് ദൈവജ്ഞനെ ഏൽപ്പിക്കുമ്പോൾ, നമ്മൾ കൊണ്ടുവരണം വെറ്റില. അതെ, ആ വെറ്റില ദൈവജ്ഞനെ ഏൽപ്പിക്കുമ്പോൾ അതിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഫലം പറയാം. അതിൽ എന്ത് ആഗ്രഹത്തിലാണ് അവർ വന്നിരിക്കുന്നതെന്നും എന്താണ് അതിൻ്റെ പ്രശ്നങ്ങളെന്നും അതിൻ്റെ പരിഹാരം എന്താണെന്നൊക്കെ അതിൽ നിന്ന് കിട്ടണം. ആ സങ്കല്പത്തിലാണ് താമ്പൂല പ്രശ്നം വയ്ക്കുന്നത്. അപ്പൊ നമ്മളിപ്പം നല്ലതായിട്ട് വരട്ടെ എന്ന് കരുതിയിട്ട് നല്ലൊരു വെറ്റില നോക്കി വാങ്ങിക്കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും? നല്ല വെറ്റിലായിട്ട് മേടിച്ചുകൊണ്ട് വന്നാലും അതിന്മേൽ ഉറുമ്പോ ഈച്ചയോ കയറാനായിട്ട് വലിയ സമയമൊന്നും വേണ്ടില്ല. നമ്മളും നല്ലത് നോക്കി കൊണ്ടുവന്നാലും ശരി, അതിൻ്റെ ആ ഭാഗത്ത് ഒരു ഉറുമ്പ് കയറിയിരിക്കുക അല്ലെങ്കിൽ ഒരു ഈച്ച കയറിയിരിക്കുക, അതിന് നമുക്ക് വേണ്ട സൂചനകൾ അതിൽ നിന്ന് കിട്ടും. അതാണ് ദൈവികമായിട്ടുള്ള നിയോഗം എന്ന് പറയുന്നത്. അതിൽ നിന്ന്, ഈ വെറ്റില ജ്യോതിഷത്തിൽ നിന്ന് നമുക്ക് ഒരു മനുഷ്യന്റെ എല്ലാം തന്നെ ഭാവിയും ഭൂതവും ഇനി എന്താ അങ്ങനെ എല്ലാം നിർണയിക്കാൻ പറ്റും. പ്രമാണത്തിൽ പറയുന്നത് തന്നെയാണ്, താമ്പൂലം പൃഷ്ഠുതത്തെ ഫലമഖിലം തസ്യ വക്തവ്യമേവം. എല്ലാ ഫലങ്ങളും അതുകൊണ്ട് പറയാൻ പറ്റും. അതിനെ തന്നെയാണ് പ്രമാണം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ താമ്പൂല ജ്യോതിഷം തന്നെയാണോ താമ്പൂല പ്രശ്നം എന്ന് പറയുന്നത്? താമ്പൂല പ്രശ്നം അത് തന്നെയാണ്. പക്ഷേ ഈ താമ്പൂല പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള താമ്പൂല പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ചടങ്ങായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നല്ലേ? അപ്പം ഇതിനെ ലഘുവായിട്ടും വലുതായിട്ടും ചെയ്യാൻ പറ്റുമോ? നമുക്ക് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് ലഘുവായിട്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യാം, വലുതായിട്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യാം. ഗണപതി ഹോമം ചെയ്യുന്നത് ചെറുതായിട്ട് ചെയ്യാം, വലുതായിട്ട് ചെയ്യാം. നമുക്കൊരു രോഗത്തിന് ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് ട്രീറ്റ്മെന്റ് നടത്താം, ഒരു എക്സ്റേ കൊണ്ട് ആളുടെ ശരീരത്തിന്റെ അവസ്ഥ ചിന്തിക്കാൻ പറ്റും, കംപ്ലീറ്റ് സ്കാനിങ് നടത്തിയിട്ടും ചിന്തിക്കാം. അതേപോലുള്ള വ്യത്യാസങ്ങൾ അതിനകത്തും വരും. പ്രശ്നമാർഗത്തില് ജ്യോതിഷ വിധികൾ പറയുന്ന കൂട്ടത്തില് കുറച്ച് ഭാഗമാണ് താമ്പൂല പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെയും ചിന്തിക്കാം എന്നൊരു മാർഗം അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നു. അങ്ങനെ അല്ലാതെ ചിന്തിക്കാനുള്ള വേറെ മാർഗങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്, പല മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണിതും നേടുള്ളൂ. അല്ലാതെ വേറെ വിശേഷമൊന്നും അതിനകത്തില്ല. വിശേഷമുള്ളത് ഇതാണ്, താമ്പൂലം എന്ന് പറയുന്നത് ദേവപത്രമാണ്. അതുകൊണ്ട് ദേവന്റെ ഇംഗിതം അറിയാനായിട്ട് കൂടുതൽ സഹായിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ താമ്പൂല ജ്യോതിഷം നോക്കുന്ന അപ്പൊ കവടി, രാശി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. താമ്പൂല പ്രശ്നം നോക്കുമ്പോൾ കവടിയുടെ ആവശ്യം നിർബന്ധമില്ല. പക്ഷെ അതിന്റെ ഒഴിവ് നോക്കാനായിട്ട് കവടിയുള്ളത് നല്ലതാണ്. ഒരാൾക്ക് ഇന്ന പരിഹാരം ചെയ്യാൻ നമ്മൾ വിധിക്കുന്നു, ആ പരിഹാരം മതിയോ? ഇപ്പൊ
ഗുരുവായൂരപ്പന് 1 ലിറ്റർ പാൽപ്പായസം നേദിക്കുന്നു, അത് മതിയോ, 1 ലിറ്റർ മതിയോ എന്ന് ചിന്തിക്കാൻ കവടി എടുക്കേണ്ടി വരും. അതിപ്പോ ഒരു ലിറ്റർ പാൽപ്പായസം നേദിച്ചാൽ തീരുന്ന ദോഷമായിരിക്കില്ല ചില ഘട്ടങ്ങളിൽ. ഗുരുവായൂരപ്പനോട് ചെയ്ത അതിലും വലിയ ദോഷം ഉണ്ടാകാം, ഗുരുവായൂരപ്പന്റെ പണം മോഷ്ടിച്ച അവസ്ഥ ഉണ്ടാകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രായശ്ചിത്തം കൂടുതൽ വേണ്ടി വരും. അപ്പൊ 1 ലിറ്ററിന് പകരം 100 ലിറ്ററൊക്കെ വേണ്ടി വരുന്ന ഘട്ടങ്ങൾ വരാം. അത് തീരുമാനിക്കാനൊക്കെ കവടി എടുക്കുന്ന നല്ലത്. ഇതിനിടയിൽ ഒരു കുഞ്ഞു സംശയം ചോദിച്ചോട്ടെ. ഈ ഗുരുവായൂരപ്പന്റെ കാര്യത്തിൽ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാ, ഗുരുവായൂരപ്പൻ എന്തെങ്കിലും വഴിപാട്, ഇപ്പൊ തുലാഭാരം തന്നെ നമ്മൾ നേർന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടിക്കാണ് നേർന്നതെങ്കിൽ പലർക്കും പറ്റിയിട്ടുണ്ടെന്നാ പറയുന്നത്. കുട്ടി ഇത്ര കിലോ ഉള്ളൂ, അപ്പോൾ ഇവള് 8 കിലോ ഉള്ളൂ, 10 കിലോ പഴമൊക്കെ മതിയാവും എന്ന് വിചാരിച്ചിട്ട് പോയവർക്ക് അതിനിരട്ടി വെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഒന്നും വിചാരിക്കാത്തവർക്ക് അതിലും കുറവിന് നടന്നിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും. അത് നമ്മള് ഭഗവാനെ പരീക്ഷിക്കാൻ നിൽക്കുന്ന പോലെ ആകുമ്പോഴാണ് പ്രശ്നം. നമ്മള് മുൻകൂട്ടി തൂക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല തുലാഭാരം നടന്നതിന്. നമ്മളുടെ ശക്തിക്ക് അനുസരിച്ച് ചെയ്യാൻ മാർഗം ഉണ്ടായിക്കോളും. അതിപ്പോ നമുക്ക് ഇതിന് മാത്രമല്ല, ശബരിമലയില് പോകാൻ വേണ്ടിട്ട് ചിലര് കെട്ട് നിറയ്ക്കും. കെട്ട് നിറയ്ക്കാനുള്ള നെയ്ത്തേങ്ങയിൽ നിറയ്ക്കാൻ എടുക്കുമ്പോ ചിലര് നേരത്തെ നോക്കി ആ തേങ്ങയിൽ എത്ര കൊള്ളും എന്നൊക്കെ അളന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നെയ്യ് മേടിക്കൊണ്ട് വരും. അവിടെ തികയാതെ വരും. ചിലര് അതിന് പകരം നെയ്യിനൊരു ക്ഷാമം വരരുത്, ഞാൻ നടത്തുന്നതാണ് എന്നുള്ള അഹംഭാവത്തോടുകൂടി അവിടെ 1 ലിറ്റർ നെയ്യ് വേണ്ട സ്ഥലത്ത് അവര് 1 ലിറ്റർ നെയ്യ് കൊണ്ടുവരും. ആ 1 ലിറ്റർ ഒഴിച്ചാലും അതറിയില്ല. അങ്ങനെയുള്ള സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. സാധാരണ ഇതിൽ ഒരു 1/4 ലിറ്റർ നെയ്യ് ഉണ്ടെങ്കിൽ ഒരു തേങ്ങ നിറയും. പക്ഷെ 1 ലിറ്റർ മേടിച്ചാലും ചിലപ്പോൾ ആ തേങ്ങയില് നിറയില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമുക്ക് അത് പരീക്ഷണമാണോ അതോ എങ്ങനെയാണത് നമ്മളതിനെ കാണുന്നത്? പരീക്ഷണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളുടെ പരീക്ഷണമാണ് പ്രശ്നം. നമ്മളെ ദൈവത്തിനെ പരീക്ഷിക്കാൻ നിൽക്കും, അപ്പോഴാണ് പ്രശ്നം. ഇതിപ്പോ ഗുരുവായൂരപ്പന്റെ കാര്യത്തിലും അയ്യപ്പന്റെ കാര്യത്തിലും മാത്രമല്ല, ഏത് ദേവതയുടെ കാര്യത്തിലും ദേവന്റെ കാര്യത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ള ഓർമ്മയോടുകൂടി ചെയ്താൽ നമുക്ക് ഫലപ്രാപ്തി അനുകൂലമാക്കാൻ പറ്റും. അല്ല, നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വഴിപാട് വിചാരിച്ച അത് വെറുതെ വിചാരിച്ചതാണെങ്കിൽ കൂടി അവിടെ വഴിപാടായിട്ട് കണക്കാക്കും. ആ വിചാരത്തിന്റെ തീവ്രത അനുസരിച്ച് അതിന് പ്രാധാന്യം ഉണ്ടാവും. ഇത് ചുമ്മാ അങ്ങനെ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ ചുമ്മാ ആരെങ്കിലും ചെയ്യുന്നത് കേട്ടപ്പോൾ എന്നാ ഞാനും ചെയ്തേക്കാല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരു കാരണം വരുമ്പോൾ നമ്മൾ പ്രശ്നം വെക്കുന്ന സമയത്ത് ഗുരുവായൂർക്ക് ഇങ്ങനെ ഒരു വഴിപാട് നിപ്പുണ്ട്, ചെയ്തേക്കാമല്ലേ എന്നുള്ള ചിന്തയില് എനിക്ക് പറ്റിയ ചെയ്യണം എന്നുള്ള ചിന്തയാണെങ്കിൽ കുഴപ്പമില്ല. ചെയ്തേക്കാമല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് ഉറപ്പിക്കുന്ന മാതിരിയാണ്. അവിടെ അത് നടത്തിയില്ലെങ്കിൽ ബാക്കിലെങ്കിലും ദോഷം വരും. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.